നമുക്ക് പ്രാർത്ഥന ചൊല്ലി തുടങ്ങാം. ഓം ഗം ഗണപതേ നമഃ. ഓം ഗം ഗുരുഭ്യോ നമഃ. ഓം സം സരസ്വത്യേ നമഃ. ഓം സൂര്യാദി സർവഗ്രഹേഭ്യോ നമഃ. ഓം മൂർത്തിത്വേ വരികൽപ്പിതശിശുപ്രദോത്മാപുനർജന്മന ആത്മേത്യാത്മനാം കൃതശീലം ജ്യോതിഷാം ലോകാനാം ഫലവിശ്വാനേകതായ ശ്രുതം വാരണ്യസ്വൈരണസ്ത്രൈലോക്യവിഭൂരിണി. ഓം സഹനാവതു സഹനോ ഭുനക്തു സഹനവീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. നമുക്ക് ഇന്നിപ്പോൾ 7ാമത്തെ പാഠഭാഗം എന്ന് പറയുന്നത് മുഹൂർത്തം, പ്രതിഷ്ഠാ മുഹൂർത്തം. പ്രതിഷ്ഠാ മുഹൂർത്തത്തിലെ എല്ലാ പ്രത്യേക വിഷയങ്ങളിലും ഓരോ ശ്ലോകത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് മുഹൂർത്ത പദവിയിലെ ശ്ലോകങ്ങൾ കൊടുത്തിരിക്കുന്നത്. പക്ഷേ അശ്ചേ അയനെ ഉത്തരാന്നഭമുഖ ശിഷ്ട പ്രതിഷ്ഠാദയ വർജ്യ വാരുണ സൂര്യസ്യ ക്ലിനധനുർ മേഷൈ ജൂകാ ഇഹ ദി സ്ഥാരന്ദ്ര ശുഭാന്ത്യഗാ അഭിഖര പൂർവൗ നിശാത്രി അംശഗൗ വിദ്ധർഷം ച മദോഷ്ട ബന്ധ ഉഭയോഃ പക്ഷായനദ്വന്ദ്വയോഃ. അപ്പോൾ ആ വാക്കുകള് ഈ പ്രതിഷ്ഠാ മുഹൂർത്തം ഒന്നും നമ്മൾ കാണാതെ പഠിച്ചു വെക്കണമെന്നില്ല ഈ ശ്ലോകം. പക്ഷെ നമ്മൾ ഒന്ന് ജസ്റ്റ് ചൊല്ലി നോക്കുക. പക്ഷേ, പക്ഷേ എന്ന് പറഞ്ഞാൽ വെളുത്തപക്ഷം കറുത്തപക്ഷം എന്നുള്ള ഇതില്ല. പക്ഷേ അശ്വേ അയനെ അയന ഉത്തരാന്നഭ അഭമഖാഹ ശിഷ്ട പ്രതിഷ്ഠാദയ വർജ്യ വാരുണ സൂര്യസ്യ ക്ലിനധനുർ മേഷേണ ജൂക ഇഹ ധി സ്ഥാരന്ദ്ര ശുഭാന്ത്യഗാ അഭിഖരാഹ പൂർവോ നിശാത്രീം ശകാവ് വിദ്ദർഷം ച മദാഷ്ടബന്ധ ഉഭയോഃ പക്ഷായന ദ്വന്ദ്വയോഃ. ഇതാണ് പ്രതിഷ്ഠാ മുഹൂർത്തം. എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തണം എന്നുള്ളതിൻ്റെ അടിസ്ഥാന തത്വം. ദേവപ്രതിഷ്ഠയ്ക്ക് ഉത്തരായനമാണ് മുഖ്യം. പക്ഷെ ഇന്നത്തെ കാലത്ത് നാടെങ്ങും ഈ നമ്മുടെ ജ്യോത്സ്യന്മാരും തന്ത്രിമാരും തമ്മിലുള്ള ഈ അവിഹിത ബന്ധം എന്ന് തന്നെ പറയണത്. കാരണം പഴയ കാലത്തൊക്കെ ഉത്തരായന കാലത്ത് മാത്രമേ എടുക്കുകയുള്ളായിരുന്നു. ഇപ്പൊ അത് മുഖ്യമെന്നാക്കി അവര് അതിന്റെ വിവർത്തനം കൊടുത്തേക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ അശ്വേ അയനെ ഉത്തരാന്നഭമുഖ. അപ്പം ഈ ഉത്തരായനത്തിലാണ് പഴയ കാലത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇന്നത് ദക്ഷിണായനത്തിലും പ്രതിഷ്ഠ തുടങ്ങി. കാരണം ഒരു തന്ത്രിക്ക് 6 മാസം പോരാ, 6 മാസം പോരാതെ വരിക. പെരുന്നാളെങ്ങും പണ്ടത്തെ കുര്യാലകളും കളരികളും എല്ലാം ക്ഷേത്രങ്ങളാക്കി, കുടുംബക്ഷേത്രങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുക. പഴയകാലത്ത് വീട്ടിലെ കാരണവന്മാർ പൂജിച്ചിരുന്ന ഉപാസനാമൂർത്തികളെ, കളരി മൂർത്തികളെയൊക്കെ ഇപ്പൊ ക്ഷേത്ര സങ്കല്പത്തിലേക്ക് കൊണ്ടുപോരുന്നത് കൊണ്ട് ക്ഷേത്രങ്ങളുടെ എണ്ണം കൂടുകയാണ്, കുടുംബക്ഷേത്രങ്ങളിൽ. അപ്പോൾ ഈ തന്ത്രിമാർക്ക് എവിടെയൊക്കെയാ പ്രതിഷ്ഠ നടത്തേണ്ടത്? അപ്പം കൂടുതൽ മുഹൂർത്തം ആവശ്യമായി വന്നു. ചില സ്ഥലങ്ങളിലൊക്കെ
യാതൊരു മാനദണ്ഡവും ഇല്ലാതെ പ്രതിഷ്ഠകൾ നടത്തുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് ചോദിച്ചാൽ അത് ഇങ്ങനൊരു വിധിയുണ്ട്, ഇങ്ങനൊരു വിധിയുണ്ട്, അത് പ്രത്യേക വിധിയുണ്ടെന്നൊക്കെ പറയും. അപ്പൊ എന്തായാലും നമ്മളൊരു മുഹൂർത്തം കൊടുക്കുമ്പോൾ അത് ഈ തരത്തിലായിരിക്കണം. അപ്പൊ ദേവപ്രതിഷ്ഠയ്ക്ക് ഉത്തരായനമാണ് പ്രതിഷ്ഠാ മുഹൂർത്തത്തിന് ശുഭം. അപ്പൊ ഉത്തരായനത്തിലെ തന്നെ പൂർവപക്ഷം അപ്പൊ അതുകൂടാതെ ഊൺനാളിന് വിധിച്ചിട്ടുള്ള നക്ഷത്രങ്ങൾ, ഊൺനാള് അതായത് ചോറൂണിന്റെ മുഹൂർത്തം വളരെ പ്രധാനപ്പെട്ട മുഹൂർത്തമാണ്. ആ മുഹൂർത്തത്തിന് പറഞ്ഞിട്ടുള്ള നക്ഷത്രങ്ങളെയാണ്, അതിനെടുക്കാൻ പറ്റുന്ന നക്ഷത്രങ്ങളെയാണ് ഊൺ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. ഊൺ നക്ഷത്രങ്ങൾ. അപ്പൊ ചോറൂണിന് വിധിച്ചിട്ടുള്ള നക്ഷത്രങ്ങൾ, അപ്പൊ ആ നക്ഷത്രങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നമുക്ക് ചില കാര്യങ്ങൾക്ക് ഊൺ നക്ഷത്രങ്ങളിലെല്ലാം ശുഭമായിട്ട് പറഞ്ഞിട്ടില്ല. എന്നിരുന്നാലും വിശേഷ സന്ദർഭങ്ങളിൽ ഏതെങ്കിലും മുഹൂർത്തം പെട്ടെന്ന് എടുക്കേണ്ട വരികയാണെങ്കിൽ ഊൺനാളിന് പറഞ്ഞിട്ടില്ല, അതായത് ആ മുഹൂർത്തത്തിന് പറഞ്ഞിട്ടില്ലാത്തതാണെങ്കിലും നമുക്ക് ചിലപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഓപ്ഷനിലേക്ക് ഊൺ നക്ഷത്രമാണെങ്കിൽ എടുക്കാം എന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാം. അപ്പൊ ഊൺനാളുകളാണ്. അതില് ചതയം ഒഴിച്ചുള്ള എല്ലാ നക്ഷത്രങ്ങളാണ്. അപ്പൊ ഊൺനാളിൽ ചതയമുണ്ട്. ആ ചതയം ഒഴിച്ചുള്ള എല്ലാ ഊൺ നക്ഷത്രങ്ങളും നമുക്ക് എടുക്കാം. അപ്പൊ അത് കൂടാതെ ഊൺ നക്ഷത്രത്തിൽ പറഞ്ഞിട്ടില്ലാത്ത മകവും ദേവപ്രതിഷ്ഠയ്ക്ക് ഉത്തമമായിട്ട് പറയുന്നുണ്ട്. ഉത്തരാൻ അതാണ് മഖ എന്ന് ആ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. വർജ്യ വാരുണ, അപ്പൊ വരുണൻ ദേവതയായിട്ടുള്ള ചതയ നക്ഷത്രം ഒഴിവാക്കാൻ ആ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പ്രത്യേക ഇതിലായിട്ട് കുര്യാൽ പ്രതിഷ്ഠാം ദേവാനാം ഉത്തരായനഗൗ രവൗ പൂർവപക്ഷേ അഗ്നിരാത്രൗ ച പശ്ചിമ ത്രംശകേ ശുഭം എന്ന് ഒരു വിധിയുണ്ട്. അതായത് ഉത്തരായനത്തില് കുംഭമാസത്തിൽ പ്രതിഷ്ഠയ്ക്ക് മധ്യമമായിട്ട് വേണമെങ്കിൽ എടുക്കാം, മധ്യമമായിട്ട് എടുക്കാം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ത്യാജ്യം ദക്ഷിണം അന്യദിഷ്ടമയനം ദേവപ്രതിഷ്ഠാവനെ കുംഭേ ഭാനു അനിഷ്ടകൃൽ സജ ശുഭൗ ജീവനേ ദൃഷ്ടോധവ എന്നൊരു പ്രമാണം കൂടെയുണ്ട്. അതായത് ഉത്തരായനത്തില് പൗഷ മാഘ മാസങ്ങൾ ദേവപ്രതിഷ്ഠയ്ക്ക് അത്യുത്തമമായിട്ട് പ്രത്യേകം എടുത്തു പറഞ്ഞേക്കുന്നു. അപ്പം ഉത്തരായനത്തിൽ തന്നെ ഏറ്റവും നല്ലത്, അത് കഴിഞ്ഞ് മധ്യമം, അങ്ങനെയും വിധിച്ചിട്ടുണ്ട് എന്നർത്ഥം. അപ്പൊ പൗഷമാസവും മാഘമാസവും ഉത്തരായനത്തിലെ ദേവപ്രതിഷ്ഠയ്ക്ക് അത്യുത്തമമാണ്. അപ്പം പ്രതിഷ്ഠയ്ക്കും അഷ്ടബന്ധ കലശം എന്നിവയ്ക്കും ഈ പ്രതിഷ്ഠാ മുഹൂർത്തം തന്നെയാണ് വിധിച്ചിരിക്കുന്നത്. ഇപ്പൊ ചില ക്ഷേത്രങ്ങളിൽ 12 വർഷം കഴിയുമ്പോൾ അഷ്ടബന്ധ കലശം വീണ്ടും നടത്തും. പ്രതിഷ്ഠയ്ക്ക് ഇളക്കം എന്തെങ്കിലും തട്ടും എന്നുള്ള ഒരു ഇതില്, അല്ലെങ്കിൽ തന്നെ 12 വർഷം കഴിയുമ്പോൾ അഷ്ടബന്ധ കലശം നടത്തുന്നത് നല്ലതാണ് എന്നും വിധിയുണ്ട്, പ്രതിഷ്ഠ ഇളകി പോകാതിരിക്കാനായിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അഷ്ടബന്ധ കലശം നടത്തുമ്പോൾ അതിനും നമുക്ക് ഈ പ്രതിഷ്ഠാ മുഹൂർത്തം തന്നെയാണ് കൊടുക്കേണ്ടത്. പുഷ്യാന്ത്യ മാതൃസൂര്യാജ ചന്ദ്ര ശാത്തുത്തര അശുഭ പിതൃചിത്ര അശ്വിനൈ മൈത്ര വസവസ്ഥാനൈ സമ മാധവസ്യ പ്രതിഷ്ഠായാം മാധവർഷം ശസ്യതേ എന്ന് വേറൊരു പ്രമാണം പറഞ്ഞിട്ടുണ്ട്. അപ്പം അതായത് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്ന ശനിയും വെള്ളിയും ദേവപ്രതിഷ്ഠയ്ക്ക് കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വെള്ളിയാഴ്ചയും ദേവപ്രതിഷ്ഠയ്ക്ക്, വെള്ളിയാഴ്ച ശുഭവാരമാണെങ്കിൽ പോലും ദേവപ്രതിഷ്ഠയ്ക്ക് കൊള്ളില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്.
അത് പ്രത്യേക ഒരു ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ശുക്രേന്ദു ജീവ സൗമ്യാനാം ദിവസേ ചാംശകേ തഥാ ദ്രക്കോണേ കാലഹോരായ സ്ഥാപനം സംപ്രശസ്യേതേ എന്ന് വസിഷ്ഠ ഭഗവാന്റെ ഒരു ശ്ലോകത്തിൽ, വസിഷ്ഠ ജ്യോതിഷത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഇത് പ്രകാരം ഞായറാഴ്ചയും ഉത്തമമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ 3 ദിവസം പ്രത്യേകമായിട്ട് പോയി, ശനി, വെള്ളി, ഞായർ. അപ്പൊ രാശികളില് മേടം, മകരം, തുലാം, ധനു എന്നീ നാല് രാശികൾ ദേവപ്രതിഷ്ഠയ്ക്ക് വർജിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പം ബാക്കി വരുന്ന 8 രാശികൾ ദേവപ്രതിഷ്ഠ മുഹൂർത്തത്തിന് ഉത്തമം. അപ്പൊ മേടം, മകരം, അതേപോലെ തന്നെ തുലാം, ധനു. അപ്പൊ ഇതില് മേടം എന്ന് പറയുന്നത് ചരരാശിയാണ്. അതേപോലെ തന്നെ മകരം രാശിയും ചരരാശിയാണ്. ധനുരാശി ഉഭയരാശിയാണ്. തുലാം രാശിയും ചരരാശിയാണ്. അപ്പൊ 3 ചരരാശികൾ. ചരരാശിയായിട്ടുള്ള കർക്കിടകൻ രാശി എന്ന വർജിക്കാൻ പറഞ്ഞിട്ടുമില്ല. അതിനു പകരം ധനുരാശി ഉഭയരാശിയായിട്ടുള്ള ധനുരാശിയാണ് വർജിക്കണമെന്ന് പറഞ്ഞേക്കുന്നത്. അത് നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കുക. ചില മുഹൂർത്തങ്ങൾക്ക് ചരരാശികളാണല്ലോ വർജിക്കേണ്ടത്. പക്ഷെ ഇവിടെ ചരരാശി എല്ലാം വർജിക്കണമെന്ന് പറഞ്ഞിട്ടുമില്ല. പ്രത്യേകിച്ച് ധനുരാശി വർജിക്കണമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. ശിഷ്ടം വരുന്ന 8 രാശികളാണ് ദേവപ്രതിഷ്ഠാ മുഹൂർത്തത്തിന് ഉത്തമം. അപ്പൊ ആ രാശി വരുന്ന സമയമാണ് എടുക്കേണ്ടത്. അപ്പം വർജ്യ ദേവപ്രതിഷ്ഠായാം ചാവാ ജൈന തുലാധര, ആ ശ്ലോകത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. രാശേസ്തു സ്ഥിരാ ശ്രേഷ്ഠ ദേവീനാം ഉഭയാ ശുഭ പ്രശസ്ത രാശ്യൗ ശേഷാവർജനീയ പ്രയത്നതഃ എന്നാണ്. അപ്പം വർജ്യ ദേവപ്രതിഷ്ഠയ്ക്ക് ചാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനുരാശി, ജൈന തുലാധര. അപ്പം മകരം, തുലാം എന്നീ രാശികൾ. രാശിയസ്തു സ്ഥിരാശ്രേഷ്ഠ, സ്ഥിരരാശികൾ ശ്രേഷ്ഠമാണ്. ദേവീനാം ഉഭയാ ശുഭ. അപ്പൊ ദേവീ പ്രതിഷ്ഠയ്ക്ക് സ്ഥിരരാശികൾ ദേവപ്രതിഷ്ഠയ്ക്ക് അത്യുത്തമവും ഉഭയരാശികൾ ദേവപ്രതിഷ്ഠയ്ക്ക് മധ്യമവുമായിട്ടാണ് പറയുന്നത്. അപ്പൊ മധ്യമമായിട്ട് വേണമെങ്കിൽ അതില് ധനുരാശി ഉഭയരാശിയായിട്ടുള്ള ധനുരാശി വർദ്ധിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മറ്റ് ഉഭയരാശികൾ മധ്യമമായിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ചരരാശികൾ പൊതുവെ ദേവപ്രതിഷ്ഠയ്ക്ക് വർജ്യമാണ്. പക്ഷെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടില്ലാത്ത കർക്കിടകൻ രാശി നമുക്ക് വേണമെങ്കിൽ മധ്യമമായിട്ട് എടുക്കാം. അതേപോലെ തന്നെ ഊർധമുഖ രാശി ദേവപ്രതിഷ്ഠയ്ക്ക് ശ്രേഷ്ഠമാണ്. തിര്യങ്മുഖ രാശി ദേവപ്രതിഷ്ഠയ്ക്ക് മധ്യമമാണ്. അധോമുഖ രാശി ദേവപ്രതിഷ്ഠയ്ക്ക് അധമവുമാണ്. അപ്പം മേഷൈ വംശവിനാശായ വൃഷഭ സർവ സമ്പദ മിഥുനേസ്യു സർവകർക്കിടകോ ചാർത്ഥനാശനം ഇഷ്ടാർത്ഥസിദ്ധി സിംഹസ്യാൽ കന്യായാം തു ശുഭായതി തുലയാം മരണം ശീഘ്രം വൃശ്ചികൈ സർവസമ്പദ ചാവൈ വിത്ത സുഖം ധ്വംസാ മകരൈ ച അർത്ഥനാശനം കുംഭേ ധനസമൃദ്ധിസ്യാൽ മീനൈ തൽ സർവശോഭനം എന്നിങ്ങനെ പ്രതിഷ്ഠാ രാശി ഫലവും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓരോ രാശിയിലും പ്രതിഷ്ഠിച്ചാലുള്ള ഫലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനൊരു ശ്ലോകം ഉള്ളപ്പോഴും ചില മോശം രാശികൾ ഇപ്പൊ ചിലർ എടുത്തു കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. അത് എന്താ അങ്ങനെ എടുത്തു കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമയമില്ല. ഒരു ദിവസം തന്നെ 2 പ്രതിഷ്ഠകളൊക്കെ നടത്തേണ്ട വരുമ്പോൾ ആണ് ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റ് ജ്യോതിഷന്മാരുമായിട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് പ്രത്യേകം ഈ ഒരു ശ്ലോകം മനസ്സിലാക്കി വെക്കുക. മേഷൈ വംശവിനാശായ, അപ്പൊ മേടരാശിയാണ് പ്രതിഷ്ഠിക്കുന്നതെങ്കിൽ ആ വംശത്തിന് നാശം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. വൃഷഭ സർവസമ്പദ, അപ്പൊ
വൃഷഭരാശിയാണ് എങ്കിൽ, അതായത് വൃശ്ചികം രാശിയാണ്, ഇടവൻ രാശിയാണ് എങ്കിൽ സർവസമ്പദ, സമ്പത്ത്. മിഥുനേഷ്യു സർവൈ കർക്കിടക മിഥുനേഷ്യു അപ്പൊ മിഥുന രാശി ഉത്തമമായിട്ട് പറയുന്നു. സർവൈ കർക്കിടേ അർത്ഥനാശനം. കർക്കിടകൻ രാശിയിൽ പ്രതിഷ്ഠിച്ചാല് മധ്യമായിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് ധനനഷ്ടത്തിന് കാരണമാകാം എന്ന് പറയുന്നുമുണ്ട്. ഇഷ്ടാർത്ഥ സിദ്ധി സിംഹസ്യാൽ. അപ്പം സിംഹസ്യാൽ ഇഷ്ടാർത്ഥ സിദ്ധി. സിംഹരാശിയിൽ, അതായത് ചിങ്ങം രാശിയിൽ പ്രതിഷ്ഠ നടത്തിയാൽ ഇഷ്ട അർത്ഥസിദ്ധി. അർത്ഥം സമ്പത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ധാരാളമായി സമ്പത്ത് സിദ്ധിക്കുന്നതാണ്. കന്യായാംസ്തു ശുഭായതി. കന്യാരാശി ഉഭയരാശിയായിട്ടുള്ള കന്യരാശിയിൽ പ്രതിഷ്ഠിച്ചാലും ശുഭമാണ്, ശുഭം പറയുന്നു. തുലായാം മരണം ശീഘ്രം. തുലാം രാശിയിൽ പ്രതിഷ്ഠിച്ചാൽ ശീഘ്രമരണം, അവിടെ പെട്ടെന്ന് ആർക്കെങ്കിലും ഒരു മരണം ഉണ്ടാകാം എന്നും പറയുന്നുണ്ട്. വൃശ്ചികൈ സർവസമ്പദ. വൃശ്ചികൻ രാശിയാണെങ്കിൽ സർവസമ്പത്ത്, എല്ലാ വിധത്തിലുമുള്ള സമ്പത്ത്. എല്ലാ വിധത്തിലുള്ള സമ്പത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കാലത്തെ പോലെ പണം മാത്രമല്ല, പണം, കന്നുകാലി സമ്പത്ത്, അശ്വാദി സമ്പത്ത്, ഗജാദി സമ്പത്ത്, ഇങ്ങനെ 4 തരത്തിലാണ് സമ്പത്ത്. അതായത് ധനധാന്യാദി സമ്പത്ത്, അശ്വാദി സമ്പത്ത്, ഗജാദി സമ്പത്ത്, അങ്ങനെ ഈ 4 തരത്തിലാണ് സമ്പത്തിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ സർവസമ്പദ, എല്ലാ വിധത്തിലുള്ള സമ്പത്തിനെ ലഭിക്കും എന്നാണ് വൃശ്ചികം രാശിയുടെ ഫലം പറയുന്നത്. കേൾക്കാമല്ലോ അല്ലേ? ശരി. ചാപൈ വിത്ത സുഖധ്വംസ മകരൈ ച അർത്ഥനാശനം. ചാപൈ വിത്ത. അപ്പൊ ധനുരാശി എടുക്കാമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് ഉഭയരാശിയായിട്ടും എടുക്കാമെന്ന് പറഞ്ഞപ്പം ചാപൈ വിത്തം എന്ന് പറഞ്ഞ ധനം. അപ്പൊ ചാപരാശിയാണെങ്കിൽ വിത്തം ലഭിക്കും എന്നർത്ഥം. ധനുരാശിക്ക് ധനലാഭമാണ് പറഞ്ഞിരിക്കുന്നത്. സുഖധ്വംസൈ മകരൈ ച അർത്ഥനാശനം. നമ്മള് ധനുരാശി എടുക്കണ്ട. അത് ഉഭയരാശി, മകരൻ രാശിയും ധനുരാശിയും പ്രത്യേകം എടുക്കണ്ടെന്നാണ്. അപ്പൊ ഈ ശ്ലോകത്തിൽ അത് വ്യാഖ്യാനിക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ചാപൈ വിത്ത, അത് ഒന്നിച്ചാണ്. ചാപൈ വിത്ത സുഖധ്വംസ. അപ്പം ഈ 2 കാര്യങ്ങൾ ഒന്നിച്ചു വരിക. ചാപൈ, അപ്പം ധനുരാശിയിൽ വരുമ്പം വിത്തവും സുഖവും ധ്വംസിക്കപ്പെടുക, ഇല്ലാതാകുക. വിത്തം എന്ന് പറയുന്നത് ധനവും സുഖവും, ആ കുടുംബത്തിലെ സുഖങ്ങളും ധ്വംസൈ എന്നാണ്. അപ്പം ചാപരാശിയാണ് മുഹൂർത്തത്തിന് എടുക്കുന്നതെങ്കിൽ വിത്ത സുഖധ്വംസൈ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് പാടില്ലാത്തതാണ് എന്ന് എടുത്തു പറഞ്ഞിരിക്കുകയാണ്. അതേപോലെ തന്നെ അടുത്തത് മകരൈച അർത്ഥനാശനം. കുംഭേ ധനസമൃദ്ധ്യസ്യാൽ. കുംഭരാശിയാണെങ്കിൽ, മകരൻ രാശിയാണെങ്കിൽ അർത്ഥനാശനം, സമ്പത്തിന്റെ നാശം ഉണ്ടാകും. കുംഭൈ ധനസമൃദ്ധ്യസ്യാൽ. അപ്പൊ മീനൈ തൽ സർവശോഭനം. മീനരാശിയാണ് എങ്കിൽ സർവശോഭനമാണ് പറഞ്ഞിരിക്കുന്നത്. കുംഭൻ രാശിയിലാണെങ്കിൽ ധനസമൃദ്ധി, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പ്രതിഷ്ഠാ മുഹൂർത്തം ലഗ്നത്തിന്റെ 5, 8, 9, 12 എന്നീ ഭാവങ്ങളിൽ പാപഗ്രഹങ്ങൾ വർജിക്കണം എന്നാണ് പറയുന്നത്. വേദധർമ്മ അഷ്ടതി സംസ്ഥ പാപഹന്യൂർ യഥാക്രമം ആചാര്യം ചാന്ന ദാതാരം ശില്പിനം പ്രതിമാമപി എന്നാണ് അതിനെക്കുറിച്ച് ശ്ലോകം പറഞ്ഞിരിക്കുന്നത്. അപ്പം പ്രതിഷ്ഠാ മുഹൂർത്ത ലഗ്നത്തിന്റെ, അപ്പം നമ്മൾ ഇതിൽ ഈ നേരത്തെ പറഞ്ഞ ഏത്
രാശി മുഹൂർത്തം എടുത്തു കൊടുത്താലും അതിൻ്റെ 5, 8, 9, 12 എന്നീ ഭാവങ്ങളിൽ പാപഗ്രഹങ്ങൾ വർജിക്കണം. അപ്പം ബാക്കി 7-ാം ഭാവമാണ് പൊതുവെ പാപഗ്രഹങ്ങൾ വർജിക്കാൻ മറ്റു മുഹൂർത്തങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നെങ്കിൽ ഇവിടെ 7-ാം ഭാവം പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 5, 8, 9, 12 എന്നീ ഭാവങ്ങളിൽ പാപന്മാര് ഉണ്ടാകാൻ പാടില്ല. അതേപോലെ തന്നെ വ്യയധർമാഷ്ടധി സംസ്ഥ പാപഹന്യൂർ യഥാക്രമം ആചാര്യം ചാന്ന ദാതാരം ശില്പിനും പ്രതിമാമപി. വ്യയം എന്ന് പറഞ്ഞാൽ 12-ാം ഭാവം. ധർമ്മസ്ഥാനം 9, അഷ്ട 8-ാം ഭാവം. ധീ 5-ാം ഭാവം. ധീ എന്ന് പറഞ്ഞാൽ മനസ്സെന്നാണ്. ധീ എന്ന് പറഞ്ഞാൽ മനസ്സെന്നാണ് അർത്ഥം. ഇവിടെ മനസ്സിന്റെ ഭാവമായിട്ടുള്ള 5 സംസ്ഥ പാപഹന്യൂർ യഥാക്രമം. അപ്പോൾ അതാണ് നമ്മൾ 5, 8, 9, 12 എന്നീ ഭാവങ്ങളിൽ പാപങ്ങൾ പാടില്ല എന്ന് പറഞ്ഞതിന്റെ പ്രമാണം. വ്യയം 12, ധർമ്മം 9, അഷ്ട 8, ധീ 5-ാം ഭാവം. ധീ എന്ന് പറഞ്ഞാൽ മനസ്സ്. അത് ഓർത്തിരുന്നോണം. നമ്മൾ ഈ ശ്ലോകങ്ങളൊക്കെ പിന്നീട് നമുക്ക് തന്നെ ഏതെങ്കിലും ശ്ലോകം ലഭിക്കുകയാണെങ്കിൽ വ്യാഖ്യാനിക്കുമ്പോൾ ഇങ്ങനെയുള്ള പദങ്ങൾ നമ്മൾ മനസ്സിലിരുന്നോണം. അപ്പം അതേപോലെ തന്നെ രാത്രി കാലം ദേവപ്രതിഷ്ഠയ്ക്ക് നമ്മൾ വിധിക്കുകയാണെങ്കിൽ, രാത്രിയിൽ എവിടെയെങ്കിലും പ്രതിഷ്ഠ നടത്തണം എന്ന് അവർ ആവശ്യപ്പെടുക, രാത്രിയിൽ വിധിക്കുകയാണെങ്കിൽ രാത്രിയെ 3ആയിട്ട് ഭാഗിച്ച് ആദ്യത്തെ 2 ഭാഗം ദേവപ്രതിഷ്ഠയ്ക്ക് ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. അപ്പം 3-ാം ഭാഗം എടുക്കാം, ദേവപ്രതിഷ്ഠയ്ക്ക് സ്വീകാര്യമാണ് എന്നും പറയുന്നുണ്ട്. ദേവപ്രതിഷ്ഠാ മുഹൂർത്തത്തിന് വേദനഷ്ടങ്ങളും ഗ്രഹവേദങ്ങളും ഒഴിവാക്കുക. ഗ്രഹവേദങ്ങളും ഒഴിവാക്കാനും പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ദേവപ്രതിഷ്ഠ വേദനക്ഷത്രങ്ങൾ ഒഴിവാക്കുക. പരസ്പരം വേദമുള്ള നക്ഷത്രങ്ങൾ ഒഴിവാക്കുക. അതായത് മുഹൂർത്ത കർത്താവിന്റെ വേദനക്ഷത്രങ്ങൾ അത് സ്വാഭാവികമായിട്ട് ഒഴിവാക്കും. അതേപോലെ തന്നെ ഈ മുഹൂർത്തത്തിനും അശ്വതി മകം മൂലം ആയില്യം തൃക്കേട്ട രേവതി, കാർത്തിക ഉത്രം ഉത്രാടം പുണർദം വിശാഖം പൂരിട്ടാതി, ഭരണി പൂരം പൂരാടം പൂയം അനിഴം ഉത്രട്ടാതി, രോഹിണി അത്തം തിരുവോണം തിരുവാതിര ചോതി ചതയം മകേരം ചിത്തിര ഔട്ടം. അപ്പൊ ഈ 5 വർഗങ്ങളില് ഈ 5 പ്രത്യേക വിഭാഗം വർഗങ്ങളാണല്ലോ പറഞ്ഞത്. അതിൽ ഏതെങ്കിലും ഒന്നിൽ വ്യാഴമോ പാപഗ്രഹങ്ങളോ ഉണ്ടായാൽ ആ വർഗവേദം ദൂഷിതമാണ്. അതായത് ഇപ്പൊ അശ്വതിയില് വ്യാഴമോ പാപഗ്രഹമോ നിൽക്കുകയാണെങ്കിൽ അശ്വതി മകം മൂലം ആയില്യം തൃക്കേട്ട രേവതി ഇത്രയും നക്ഷത്രങ്ങൾ നമ്മൾ എടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതില് ഓൾറെഡി ഈ ആയില്യം ഒന്നും മുഹൂർത്തത്തിൽ വരുന്നില്ല. അത് ഒരു വേദ ഗ്രൂപ്പ് ആയിട്ട് തിരിച്ചു. ഈ നക്ഷത്രങ്ങളെ വേദമുണ്ട്. അപ്പൊ പാപഗ്രഹങ്ങളോ ഏതെങ്കിലും പാപഗ്രഹങ്ങളോ വ്യാഴമോ ഈ നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ നക്ഷത്രങ്ങളിൽ നിന്നാൽ ആ നക്ഷത്ര ഗ്രൂപ്പ് മുഴുവൻ ഒഴിവാക്കുക. അതേപോലെ തന്നെ കാർത്തിക ഉത്രം ഉത്രാടം പുണർദം വിശാഖം പൂരിട്ടാതി ഇത്രയും നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഈ പറഞ്ഞ പോലെ പാപഗ്രഹങ്ങൾ വന്നാൽ ആ ഗ്രൂപ്പിൽപ്പെടുന്ന നക്ഷത്രങ്ങളെല്ലാം ഒഴിവാക്കുക. ഭരണി പൂരം പൂരാടം പൂയം അനിഴം ഉത്രട്ടാതി ഇതിലെല്ലാം മുഹൂർത്തത്തിനെടുക്കുന്ന നക്ഷത്രങ്ങളല്ല. എന്നിരുന്നാലും അതിന്റെ ആ വേദത്തിന്റെ കാര്യം പറയുകയാണ്. ഈ നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും പാപഗ്രഹങ്ങൾ വന്നാൽ അത് മുഴുവനായിട്ട് ഒഴിവാക്കുക. അതേപോലെ തന്നെ രോഹിണി അത്തം തിരുവോണം തിരുവാതിര ചോതി ചതയം ഈ നക്ഷത്രങ്ങളും ഒരു ഗ്രൂപ്പാണ്. അതിൽ പാപഗ്രഹങ്ങൾ വന്ന എല്ലാ നക്ഷത്രങ്ങളും ഒഴിവാക്കുക. മകയിരം ചിത്തിര 5-ാമത്തെ ഗ്രൂപ്പ് മകയിരം ചിത്തിര ഔട്ടം അത് 3ഉം പരസ്പര വേദമുള്ള നക്ഷത്രങ്ങളാണ്. അപ്പൊ ഇങ്ങനെ കൊടുത്ത 5 വർഗങ്ങളില് ഏതെങ്കിലും ഒന്നിൽ വ്യാഴമോ പാപഗ്രഹങ്ങളോ വന്നാൽ വർഗം ദൂഷിതമാണ്. ആ വർഗം മുഴുവൻ ദുഷിപ്പിക്കപ്പെടുക എന്നാണ് പറയുന്നത്. അതിനാൽ ആ നക്ഷത്രങ്ങൾ മുഴുവൻ ദേവപ്രതിഷ്ഠയ്ക്ക് എടുക്കരുത്. എന്നാൽ വ്യാഴം നിൽക്കുന്ന നക്ഷത്രം മാത്രം കൊള്ളാവുന്നതാണ് എന്നും ഒരു പക്ഷം പറയുന്നുണ്ട്. അപ്പൊ ആ വർഗത്തിലെ മറ്റു നക്ഷത്രങ്ങൾ ഒരിക്കലും
സ്വീകാര്യമല്ല. ഇപ്പോൾ വ്യാഴം നിൽക്കുകയാണെങ്കിൽ ആ വ്യാഴം നിൽക്കുന്ന നക്ഷത്രം എടുക്കാം, മറ്റു നക്ഷത്രങ്ങളാണ് ഒഴിവാക്കേണ്ടത് എന്നാണ് ഇവിടെ പറഞ്ഞത്. അത് രാഹു നിൽക്കുന്ന നക്ഷത്രം ഒഴിവാക്കി ആ വർഗത്തിലെ മറ്റു നക്ഷത്രങ്ങൾ സ്വീകരിക്കാം എന്നും പ്രത്യേകം പറയുന്നു. അപ്പൊ രണ്ട് കാര്യങ്ങൾ അതിൽ വിശേഷമായിട്ട് പറയുന്നത്. അപ്പം വ്യാഴവും പാപഗ്രഹങ്ങളും ഏതെങ്കിലും നക്ഷത്രത്തിൽ നിൽക്കുകയാണെങ്കിൽ ആ നക്ഷത്രത്തിൽ ഗ്രൂപ്പിൽപ്പെടുന്ന എല്ലാ നക്ഷത്രങ്ങളും ഒഴിവാക്കണമെന്ന് പൊതുവെ പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് അവിടെ ഒരു രണ്ട് വിശേഷ കാര്യങ്ങളെ കൂടെ പറഞ്ഞേക്കുന്നു. ഒന്ന്, വ്യാഴമാണ് ഇതിലേതെങ്കിലും ഒരു നക്ഷത്രത്തിൽ നിൽക്കുന്നതെങ്കിൽ ആ വ്യാഴം നിൽക്കുന്ന നക്ഷത്രം മാത്രം എടുക്കാം, ബാക്കി നക്ഷത്രങ്ങൾ എടുക്കാൻ പാടില്ല. അവിടെ അതേപോലെ തന്നെ രാഹു ആണ് ഇതിൽ ഏതെങ്കിലും ഒരു നക്ഷത്രത്തിൽ നിൽക്കുന്നതെങ്കിൽ രാഹു നിൽക്കുന്ന നക്ഷത്രം ഒഴിവാക്കി ബാക്കി വരുന്ന എല്ലാ നക്ഷത്രങ്ങളും ഒഴിവാക്കാം. അപ്പൊ അങ്ങനെ വരുമ്പം രാഹുവിന് ഭേദമില്ല എന്നാണ്, രാഹു നിൽക്കുകയാണെങ്കിൽ ഭേദമില്ല എന്നാണ് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ രാഹുവാണ് പാവഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ വരുന്നുണ്ടെങ്കിൽ രാഹു നിൽക്കുന്ന മാത്രം നക്ഷത്രം ഒഴിവാക്കിയാൽ മതി എന്നാണ് അവിടെ പറഞ്ഞു വരുന്നത്. അപ്പൊ അതേപോലെ തന്നെ പ്രതിഷ്ഠാ വിഷയത്തില് ഈ തന്ത്രി രക്ഷാധികാരികള്, ഈ ക്ഷേത്രത്തിന്റെ ഇപ്പം കുടുംബത്തിന്റെയോ അല്ലെങ്കിൽ കമ്മിറ്റിയുടെയോ ഒക്കെ ചുമതലക്കാരുടെ ഗ്രാമാധിപന്റെ ജന്മാഷ്ടമ രാശികളെ ദേവപ്രതിഷ്ഠയ്ക്ക് വർദ്ധിക്കണം. ജന്മാഷ്ടമ ചന്ദ്രൻ ദേവപ്രതിഷ്ഠയ്ക്ക് നിന്ദ്യമാണ്. ജന്മ അഷ്ടമ ചന്ദ്രൻ ദേവപ്രതിഷ്ഠയ്ക്ക് നിന്ദ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രതിഷ്ഠാ വിഷയത്തില് തന്ത്രി രക്ഷാധികാരികൾ, ഗ്രാമാധിപൻ, ഈ ഗ്രാമാധിപൻ എന്ന് പറയുമ്പോൾ ആ പ്രദേശത്തെ ആരാണോ ഇതിനൊക്കെ മുൻകൈ എടുക്കുന്നത് അവരുടെ എന്നാണ് അർത്ഥം. അതേപോലെ തന്നെ അവരുടെയൊക്കെ ജന്മരാശികള്, അഷ്ടമരാശികള് ഇവയെല്ലാം ദേവപ്രതിഷ്ഠയ്ക്ക് വർദ്ധിക്കണം. അതേപോലെ തന്നെ ജന്മ അഷ്ടമ ചന്ദ്രൻ ദേവപ്രതിഷ്ഠയ്ക്ക്, അപ്പം അഷ്ടമരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്നർത്ഥം. സങ്കോച കലശങ്ങളിൽ ദേവന്റെ ജന്മാഷ്ടമ രാശിയും വർജ്യമാണ്. അപ്പൊ സങ്കോച കലശങ്ങൾ, പ്രത്യേക കലശങ്ങളിലൊക്കെ വരുമ്പോൾ ദേവന്റെ ഏതാണോ ജന്മരാശി, അതായത് നക്ഷത്രം ഉണ്ടാവുമല്ലോ, ആ നക്ഷത്രത്തിനനുസരിച്ച് അതിന്റെ ജന്മാഷ്ടമ രാശിയും വർദ്ധിക്കണം. ആചാര്യസ്യ ച ദേവസ്യ തത്തൽ ഗ്രാമാധിപസ്യ ച അഷ്ടമോ രാശിരശുഭ ശേഷാഹ സർവേ ശുഭാവഹ. ഇതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ പ്രമാണം. ആചാര്യസ്യ ച ദേവസ്യ തത്തൽ ഗ്രാമാധിപസ്യ ച അഷ്ടമോ രാശിരശുഭ ശേഷാഹ സർവൈ ശുഭാവഹ. അപ്പൊ ബാക്കിയൊക്കെ ശുഭമായിട്ട് എടുക്കാം. തിരുവോണം, അപ്പൊ നമ്മൾ നേരത്തെ ഇത് പറഞ്ഞു, ദേവന്റെ ജന്മാഷ്ടമ രാശി പറഞ്ഞു. അപ്പം തിരുവോണം വിഷ്ണു ദൈവത്യം, തിരുവാതിര വിഷ്ണുവിന്റെ നക്ഷത്രമാണ് തിരുവാതിര ശിവന്റെ നക്ഷത്രം. അപ്പൊ എന്നിങ്ങനെ നമ്മൾ അതാത് ദേവതകളുടെ നക്ഷത്രം അറിഞ്ഞിട്ട് ആ നക്ഷത്രത്തിന്റെ അഷ്ടമരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പ്രതിഷ്ഠാ മുഹൂർത്തത്തിന് എടുക്കരുത് എന്നാണ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇപ്പം ശ്രീരാമന്റെ പുണർന്ന നക്ഷത്രം, അയ്യപ്പന്റെ ഉത്തര നക്ഷത്രം എന്നിങ്ങനെ പറയുമ്പോൾ ഇപ്പൊ ശ്രീരാമന്റെ പുണർന്ന നക്ഷത്രമാണ്, ശ്രീരാമന്റെ ആണ് പ്രതിഷ്ഠ ഒരിടത്ത് അല്ലെങ്കിൽ കലശം നടത്തുന്നത്, അഷ്ടബന്ധ കലശം നടത്തുന്നത് എങ്കിൽ പുണർന്ന നക്ഷത്രത്തിന്റെ അഷ്ടമരാശിയിൽ വരുന്ന അവിട്ടത്തിന്റെ പാതി, അതായത് കർക്കിടകക്കൂറിലെ നക്ഷത്രമാണ് ഒഴിവാക്കേണ്ടത്. അവിട്ടത്തിന്റെ പകുതിക്ക് ശേഷമുള്ള നക്ഷത്രം ചതയം, പൂരിട്ടാതി, ഈ 3 നക്ഷത്രങ്ങളാണ്. പുണർതം നക്ഷത്രമായിട്ട് വരുന്ന അയ്യപ്പന്റെ ഒരു ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയാണ് എങ്കിൽ
ഈ നക്ഷത്രങ്ങൾ എടുക്കാൻ പാടില്ല. അങ്ങനെ ഓരോ ദേവന്റെയും ഏത് ദേവതയാണ് ആ ദേവതയുടെ നക്ഷത്രം അറിഞ്ഞതിന് ശേഷം ആ നക്ഷത്രത്തിന്റെ അഷ്ടമരാശിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളും ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. അത് കലശാദികൾക്കും അഷ്ടമരാശിയെ വർദ്ധിക്കണം. ഇപ്പം പ്രതിഷ്ഠയ്ക്ക് മാത്രമല്ല, നമ്മൾ അഷ്ടബന്ധ കലശത്തിനാണ് മുഹൂർത്തം കൊടുക്കുന്നതെങ്കിലും ഇതേ പ്രമാണം എല്ലാം തന്നെയാണ്. ഇപ്പം ദേവൻ സ്വയംഭൂവായിട്ടുള്ള ദേവനാണ്. ദേവനക്ഷത്രം അറിയാതെ വരുന്നിടത്താണ് ഇങ്ങനെയുള്ള കർത്തൃദോഷം ചിന്തിക്കേണ്ടത്. അതായത് ഏതെങ്കിലും ക്ഷേത്രത്തില് നേരത്തെ സ്വയംഭൂവായിട്ടുണ്ടായ ക്ഷേത്രമാണ് എങ്കിൽ അങ്ങനെ വരുമ്പോഴാണ് ഈ നക്ഷത്രങ്ങളെ പരിഗണിക്കേണ്ടത്. അപ്പൊ അല്ലാതെ വരുമ്പോൾ ഇപ്പം പ്രതിഷ്ഠാ നക്ഷത്രം ദേവന്റെ നക്ഷത്രമായിട്ട് കണക്കാക്കാറുണ്ട്. പ്രതിഷ്ഠാ നക്ഷത്രവും ദേവന്റെ നക്ഷത്രമായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇപ്പൊ ചെട്ടിളങ്കര ദേവി ക്ഷേത്രത്തിലെ ഉത്രിട്ടാതി എന്നതാണ് പ്രതിഷ്ഠാ നക്ഷത്രം. ദേവിയുടെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നതെങ്കിലും പ്രതിഷ്ഠാ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രിട്ടാതിയാണ്. അപ്പൊ ഇത് രണ്ടും നമ്മൾ അതിന്റെ അഷ്ടമരാശിക്കൂറ് വർദ്ധിക്കേണ്ട കാര്യങ്ങൾ വരും. അപ്പം പ്രതിഷ്ഠാ നക്ഷത്രം അറിയില്ല എന്ന് വന്നാൽ മാത്രം ഈ അഷ്ടമരാശിയാദികൾ ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. എപ്രകാരം നിത്യദോഷങ്ങളും ഷഡ്ദോഷങ്ങളും കർത്തൃദോഷങ്ങളും ദേവപ്രതിഷ്ഠയ്ക്ക് വർജനീയം തന്നെയാണ്. നമ്മൾ നേരത്തെ ആദ്യം പഠിച്ച നിത്യദോഷങ്ങളും ഷഡ്ദോഷങ്ങള് കർത്തൃദോഷങ്ങള് ഇതൊക്കെ ദേവപ്രതിഷ്ഠയ്ക്ക് വർജിക്കേണ്ടത് തന്നെയാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം എടുത്തൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അഷ്ടമോ രാശിരശുഭ അശുഭ ശേഷാഹ സർവേ ശുഭ വഹ. അപ്പൊ ശേഷാഹ സർവേ ശുഭ എന്ന് പറയുന്നത്. അപ്പം കർത്തൃദോഷങ്ങളും നിത്യദോഷങ്ങളും ഒക്കെ വർദ്ധിക്കണം. അതിന് പ്രത്യേക ഒഴിവ് കഴിവൊന്നും ദേവപ്രതിഷ്ഠ മുഹൂർത്തത്തിന് പറഞ്ഞിട്ടില്ല. അപ്പം ഊൺ നക്ഷത്രങ്ങള് പുണർദം പൂയം അവിട്ടം അത്തം ചോതി രോഹിണി തിരുവോണം മകേരം അനിഴം ചിത്തിര ചതയം അശ്വതി ഉത്രം ഉത്രാടം ഉത്രട്ടാതി രേവതി. ഇത്രയും നക്ഷത്രങ്ങളാണ് ഊൺ നക്ഷത്രങ്ങള്. 16, 5, 10, 15, 16 എല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ 16 നക്ഷത്രങ്ങളാണ് ഊൺ നക്ഷത്രങ്ങളിൽ പെടുന്നത്. അപ്പൊ ഈ ഊൺ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പൊതുവെ ഒന്ന് പഠിച്ചു വെക്കുക. ഇപ്പം നമുക്ക് മുഹൂർത്ത പദവിയിൽ പറഞ്ഞിട്ടില്ലാത്ത പല മുഹൂർത്തങ്ങളും നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നേക്കാം. അങ്ങനെ വരുമ്പം നമ്മളിപ്പോൾ അത് പൊതുവെ ഇപ്പം ഒരു കച്ചവടം തുടങ്ങാൻ, വാഹനം വാങ്ങാൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒക്കെ മുഹൂർത്തം എടുക്കുമ്പോൾ നമ്മുടെ മുഹൂർത്ത പദവിയിൽ വാഹനത്തിൽ കയറാനുള്ള സമയമാണ് പറഞ്ഞിരിക്കുന്നത്. ആ മുഹൂർത്തം വേണമെങ്കിലും അതേപോലെ നമുക്ക് അത് എടുക്കാം. പൊതുവെ ഊൺനാളുകൾ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഇതില് ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പ്രതിഷ്ഠാ മുഹൂർത്തം ഈ സാധാരണ ജ്യോത്സ്യന്മാരെ സംബന്ധിച്ച് അങ്ങനെ മുഹൂർത്തം കുറിച്ചു കൊടുക്കാൻ അവസരങ്ങൾ വളരെ കുറവായിരിക്കും വരുന്നത്. ഞാൻ ഇതേവരെ പുതിയ പ്രതിഷ്ഠയ്ക്ക് ഒരിടത്ത് മാത്രമേ മുഹൂർത്തം എനിക്ക് കുറിച്ചു കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളൂ. എന്നാൽ അഷ്ടബന്ധ കലശത്തിന് മുഹൂർത്തം പല പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. അത് 3-ലധികം പ്രാവശ്യം കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. കാരണം ഈ പ്രതിഷ്ഠാ മുഹൂർത്തം ഒക്കെ എടുക്കുന്നത് അവിടെ ഒരു ദേവപ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇപ്പൊ ഒരു കുര്യാലയുണ്ട്. അത് ഞാൻ എൻ്റെ ഒരു അനുഭവം കൊണ്ട് പറയുകയാണ്. ഒരു 10 വർഷം മുമ്പ് ഒരു സ്ത്രീ എൻ്റെ മുമ്പിൽ വന്നിരുന്ന് കരഞ്ഞു പറയുകയുണ്ടായി. എൻ്റെ പ്രദേശത്തിന് ഏറ്റവും അടുത്ത്, എൻ്റെ വീടിൻ്റെ അവിടുന്ന് 7 കിലോമീറ്റർ ദൂരെയുള്ള
സ്ഥലമാണ് തൃക്കുന്നപ്പുഴ എന്ന് പറയുന്ന സ്ഥലം. കേട്ടിട്ടുണ്ടായിരിക്കാം. നമ്മൾ ഞാൻ ഓ ഉദയകുമാർ അദ്ദേഹം ഏഹ്, 2-3 വർഷം അത് ഈ വൈക്കത്ത് മണപ്പാട്ട് ഏഹ്, മണപ്പാട്ട് ജ്യോതിഷൻ ജ്യോതിഷാചാര്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് രവീന്ദ്രൻ എന്നാന്ന് തോന്നുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ എല്ലാ ഈ ഓർമ്മ ദിനത്തിനും അവിടെ ഒരു സമ്മേളനം, ജ്യോതിഷ സമ്മേളനം നടത്തുമായിരുന്നു. ഇപ്പം കൊറോണയ്ക്ക് ശേഷമില്ല, കൊറോണയ്ക്ക് മുമ്പ് തന്നെ അത് നിന്നുപോയി. എല്ലാ എല്ലാ ജ്യോത്സ്യന്മാരെയും വിളിക്കുമായിരുന്നു. അങ്ങനെ ഞാനും പോവായിരുന്നു. ഇദ്ദേഹം വന്ന് അവിടെ വന്ന് കുറേ കുമ്പസാരമൊക്കെ നടത്തിയതാണ്. പക്ഷേ ഈ കുമ്പസാരം നടത്തി കഴിഞ്ഞ് പിന്നെയും ഇതൊക്കെ തന്നെയാണ് ചെയ്തത്. എൻ്റെ വീടിനടുത്ത് കുറേ ബ്രാഹ്മണ ഇല്ലങ്ങളുണ്ട്. അവർ പരസ്പരം മത്സരവുമാണ്. ഇവർക്ക് വേണ്ടിയിട്ട് ഈ ചെറിയ ചെറിയ ഒരു കുടുംബത്തിൽ എവിടെയെങ്കിലും ആരെങ്കിലും പണ്ട് കാലത്ത് ഒരു വിളക്ക് കത്തിച്ചു വന്നിരുന്നുണ്ട്. ആരുടെയെങ്കിലും ഒക്കെ ഒരു അസ്ഥി വെച്ചിട്ടായിരിക്കും വിളക്ക് വെക്കുന്നത്. അത് പുതിയ തലമുറയ്ക്ക് അറിയത്തില്ല ഇത് ആരുടെയാ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ വിളക്ക് വെക്കുന്നത്. ആ അമ്മ ചെയ്തിരുന്നു, അമ്മൂമ്മ ചെയ്തിരുന്നു, അമ്മ ചെയ്തിരുന്നു, അവരും അത് ചെയ്യുക. പോയി ഇവരുടെയൊക്കെ അടുത്ത് പോയി തല വെച്ച് കൊടുത്തു പോയിട്ടുണ്ടോ ഒരു 20 ലക്ഷം രൂപ വരെ കൊണ്ട് അവരങ്ങ് മുടക്കിക്കുക. ഇന്ന ദേവത അവിടെ ഉണ്ട്, അതിനെല്ലാം പ്രത്യേകം ആകെ 10-40 സെന്റ് സ്ഥലം ആ സ്ത്രീ കരഞ്ഞു പറഞ്ഞതാണ്. 20 സെന്റ് സ്ഥലത്തിൽ നിന്ന് 10 സെന്റ് സ്ഥലം അവർ മാറ്റിവെച്ചു. അതിൽ 5 സെന്റ് സ്ഥലം വിറ്റിട്ട് ആ പൈസ കൊണ്ട് 5 സെന്റ് സ്ഥലം പ്രത്യേകം മാറ്റി അത് അവിടെ ഒരു ക്ഷേത്രം പോലെ പണിഞ്ഞ് ആ കാശ് കിട്ടിയതും അതിൽ കൂടുതലും അവർ ചെലവാക്കി. അപ്പൊ എന്താ അത് ചെലവാക്കാൻ ഈ പ്രശ്നം നോക്കാൻ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഗ്രഹനാഥന് ജോലി നഷ്ടപ്പെട്ടു. ഇപ്പൊ എല്ലാം ഇതിന്റെ കുഴപ്പമാണ്, ജോലി നഷ്ടപ്പെട്ടതല്ല. അങ്ങനെ ക്ഷേത്രം ഉണ്ടാക്കി 3 മാസം കഴിഞ്ഞപ്പോൾ ഈ ഗ്രഹനാഥൻ മരിച്ചുപോയി. ആരാണ് ഇതിൽ ശരിക്കും ആരാ ഉത്തരവാദി? മരണപ്പെട്ടിട്ട് അതിനുശേഷം ഇവരെ സംബന്ധിച്ച് 2 ചെറിയ കുട്ടികളെയും കൊണ്ട് ആ സ്ത്രീ കഷ്ടപ്പെട്ട് വളർത്തി. അപ്പൊ എന്നിട്ട് ഈ മാസപൂജയും വർഷപൂജയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ദ്രോഹം അവരോട് ചെയ്തത്. ഇല്ലാത്ത കുറെ പ്രതിഷ്ഠകൾ കൊണ്ടുവന്ന് വെച്ച് അവരുടെ ഉള്ള സ്വത്തും കളഞ്ഞ് ഭർത്താവിന്റെ ആയുസ്സും പോയി. അതൊക്കെ അയാളുടെ ജാതക ഫലമായിരിക്കാം. പക്ഷെ ഇവര് ദോഷങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മള് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഈ ജ്യോതിഷത്തിൽ സംഭവിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ ഇതിനെയൊക്കെ എതിർക്കുന്ന ഒരു കൂട്ടത്തില. അത് പരസ്പരമുള്ള അഡ്ജസ്റ്റ്മെന്റാ, തന്ത്രിയും ജ്യോത്സ്യനും തമ്മിലുള്ള. എൻ്റെ കുടുംബത്തിലും ഈ 2 കക്ഷികളും തന്നെയാണ്. എൻ്റെ അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിൽ, അതായത് എൻ്റെ ഇപ്പൊ വീട് നിൽക്കുന്നതിന് തൊട്ട് വടക്ക് വശത്ത് ഒരു വീടുണ്ട്. അതിന് തൊട്ടപ്പുറത്ത് ഞങ്ങളുടെ ക്ഷേത്രമാണ്. ഈ പറഞ്ഞ പോലെ പണ്ട് കാവായിരുന്ന സമയത്ത് ഞാൻ പോലും അറിഞ്ഞില്ല ഇവിടെ ദേവപ്രശ്നമൊക്കെ നടന്നത്. ആ പ്രശ്നമൊക്കെ എടുത്ത് ഇതെല്ലാം പൊളിച്ചു മാറ്റി ഒരു ദേവി പ്രതിഷ്ഠയൊക്കെ ചെയ്ത്, ദേവി പ്രതിഷ്ഠ നേരത്തെ ഉണ്ടായിരുന്നു, ഭദ്രകാളി പ്രതിഷ്ഠ നേരത്തെ ഉണ്ടായിരുന്നു. കളരി സമ്പ്രദായത്തിലുള്ളതൊക്കെ ആ കളരി അതാത് കുടുംബക്കാരുടെ കാരണവന്മാര് ഈ കുടുംബത്തിലുള്ളവരെ എല്ലാം ഈ ആയുധാഭ്യാസങ്ങൾ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരുന്ന സമ്പ്രദായങ്ങളായി കളരി സമ്പ്രദായങ്ങളെല്ലാം. അവിടെ അവരുടെ ഒരു ഉപാസനാമൂർത്തിയെ ഒരു വിഗ്രഹമായിട്ടോ കോട്ടയായിട്ടോ ഒക്കെ വെച്ച് പ്രതിഷ്ഠിച്ച് ആരാധിച്ചിരുന്നു. അവർക്ക് അറിയാവുന്ന രീതിയിൽ ഗണപതിക്കും അല്ലെങ്കിൽ ദേവതയ്ക്കും ഒക്കെ നിവേദ്യങ്ങളും ഒക്കെ നൽകി അവര് ഈ പറഞ്ഞു പ്രാർത്ഥിക്കുകയാണ്, തന്ത്രം അല്ല. അപ്പൊ അവരുടെ മനസ്സോടുകൂടിയുള്ള അവര് പൂജകൾ ചെയ്തിരുന്നു. വന്നതിനെയൊക്കെ ഇപ്പൊ ക്ഷേത്ര സംവിധാനത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേനും ശരിക്കും പറഞ്ഞാൽ നാടെങ്ങും ക്ഷേത്രങ്ങള് വ്യാപിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ എൻ്റെ പ്രദേശത്ത് ഈ കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ്
2 പുതിയ ക്ഷേത്രങ്ങളുണ്ടായി. 2 പുതിയ ക്ഷേത്രങ്ങളുണ്ടായി. അവിടെ യാതൊരു പ്രതിഷ്ഠയും പൂർവ്വകാലത്തില്ലാത്തതെന്നാണ് എനിക്ക് നല്ല രീതിയിൽ അറിയാവുന്നതാണ്. ഈ പാവങ്ങളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് അവിടെ നിങ്ങളുടെ പൂർവികർ ഇന്ന ആൾക്കാരെ ഉപവാസിച്ചിരുന്നു, അതുകൊണ്ട് അവർക്ക് പ്രത്യേക ക്ഷേത്രം വേണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമാണ് എന്നൊക്കെ പറഞ്ഞു അവരെ കൊണ്ട് 10ഉം 20ഉം ലക്ഷമൊക്കെ മുടക്കിച്ച്, തന്ത്രിക്ക് തന്നെ 1 ലക്ഷം രൂപയാണ് ഫീസ്. പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒരു 3-4 പ്രാവശ്യം അഷ്ടബന്ധ കലശത്തിന് മുഹൂർത്തം എടുത്തിട്ടുണ്ട്. 1 പ്രാവശ്യം ഈ പുതിയ പ്രതിഷ്ഠ മുഹൂർത്തം എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം ഈ ദേവപ്രശ്നത്തിന് വരുന്ന ആൾക്കാരായിരിക്കും ഇത് തന്നെ കൈകാര്യം ചെയ്യുന്നത്. അവരിത് പരസ്പരം കണക്ഷൻസ് ഉണ്ടാകും. അപ്പം നമ്മൾ ദേവപ്രശ്നത്തിന് സ്ഥിരമായിട്ട് പോകാത്തിടത്തോളം കാലം നമുക്കിങ്ങനെയുള്ള മുഹൂർത്തം എഴുതാനുള്ള അവസരം കിട്ടത്തില്ല. എനിക്ക് മുഹൂർത്തം കിട്ടിയത് എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിബന്ധങ്ങൾ വെച്ചിട്ട് മാത്രമാണ്. പിന്നെ അഷ്ടബന്ധ കലശം കിട്ടിയേക്കുന്നതൊക്കെ നമ്മുടെ ഈ കുടുംബക്ഷേത്രങ്ങളും ഒക്കെ ഉണ്ടല്ലോ. തന്ത്രി അല്ലെങ്കിൽ പ്രതിഷ്ഠിച്ചത് ആരാണെന്ന് പോലും അറിയാത്ത പല കുടുംബക്ഷേത്രങ്ങളും ഉണ്ട്. പഴയ ക്ഷേത്രങ്ങൾ ഇപ്പോഴും അങ്ങനെ പോകുന്നുണ്ട്. തന്ത്രിയെ മാറ്റിയ ക്ഷേത്രങ്ങളുണ്ടാകും. അപ്പോൾ തന്ത്രിയെ മാറ്റിയ ക്ഷേത്രങ്ങൾക്ക് അവർക്ക് പഴയ കാലത്ത് ആരാണ് പ്രശ്നം നോക്കിയത് എന്നൊന്നും അറിയാതെ നമ്മളെ വിളിച്ചിട്ട് കുടുംബ പ്രശ്നമൊക്കെ അല്ലെങ്കിൽ ദേവതാ പ്രശ്നമൊക്കെ ചിന്തിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ, അവസരം വരുമ്പോൾ മാത്രമേ നമുക്ക് ഇതിനുള്ള അവസരം കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇതൊക്കെ ഒരു വലിയ ഫോക്കസ് ആയിട്ട് ഇപ്പോൾ മാറിയേക്കാണ്. ഇപ്പം എന്തായാലും ഈ വിഷയങ്ങളൊക്കെ നിങ്ങളും അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത്. അപ്പം ഈ പ്രതിഷ്ഠാ മുഹൂർത്തത്തിൻ്റെ വിഷയം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ അടുത്തത് ഞാനൊന്ന് നോട്ട് എടുത്തോട്ടെ. ഗ്രഹാരംഭമാണ്. ഗ്രഹാരംഭം ഒരുപാടുണ്ട്. ഞാനത് തുടക്കം ഇൻട്രൊഡക്ഷൻ പറയാം. അപ്പം ഗ്രഹാരംഭ മുഹൂർത്തത്തിന്റെ ശ്ലോകം എന്ന് പറയുന്നത്: കാര്യം മൂലമഖാന്നഭൈ മൃഗതുല മേഷാന്യരാശ്യൗ ഗൃഹം പ്രാച്യാദൗ മകരാച്ച രാശിരഗതേ സൂര്യേ കുളീരാമഭി നാഗ്നേർശോഭയ രാശി കർക്കിടഗത വർജ്യ സുഖേ ഖേജര പാപോ അതീവ കുജോ അഷ്ടമൈ അർക്ക കുജയോർ വാര വേദോടുച. അപ്പൊ ഈ ഗ്രഹാരംഭ മുഹൂർത്തത്തില് ഗ്രഹപ്രവേശമല്ല, ഗ്രഹാരംഭം. ഗ്രഹാരംഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലാണ് കല്ലിടിയിലെ കട്ടിളവെപ്പ് തുടങ്ങിയ കാര്യങ്ങൾ വരുന്നത്. 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വരുന്നത്. കല്ലിടിയിലെ കട്ടിളവെപ്പ്. കാര്യം മൂലമഖാന്നഭ മൃഗതുല മേഷ അന്യരാശ്യൗ ഗൃഹം പ്രാച്യാദൗ മകരാച്ച രാശിരഗതേ സൂര്യേ കുളീരാമഭി നാഗ്നൈർ ശോഭയ രാശി കർക്കിടഗതേ വർജ്യ സുഖേ ഖേജര പാപോദീവ കുജോ അഷ്ടമൈ അർക്കൈ കുജയോർ വാര സവേദോടുച. അപ്പം ഈ സൂര്യൻ മകരം തുടങ്ങി കർക്കിടകം തുടങ്ങി ചരരാശികളിൽ നിൽക്കുന്ന സമയം കിഴക്ക് മുതലായ ദിക്കുകളിൽ ഗ്രഹാരംഭത്തിന് ശുഭമായിട്ട് പറയുന്നുണ്ട്.
അങ്ങനെ വരുമ്പോൾ മകരം കുംഭം, അതായത് സൂര്യൻ മകരം തുടങ്ങി കർക്കിടകം തുടങ്ങിയ ചരരാശികളിൽ നിൽക്കുമ്പോൾ, അങ്ങനെ വരുമ്പോൾ മകരം കുംഭം കർക്കിടകം ചിങ്ങം എന്നീ മാസങ്ങൾ കിഴക്കേതും പടിഞ്ഞാറും ഗ്രഹാരംഭത്തിന് ശുഭം. അപ്പം ഈ ഇതിൽ കർക്കിടകം കുംഭം രാശികൾ നമ്മൾ സാധാരണ എടുക്കാറില്ല. മേടം ഇടവം തുലാം വൃശ്ചികം എന്നീ മാസങ്ങളിൽ വടക്കിനി എടുക്കാം എന്നാണ് പറയുന്നത്. തെക്കേതും വടക്കേതും തെക്കേതും, അതായത് ഇടവം തുലാം വൃശ്ചികം എന്നീ മാസങ്ങളിൽ വടക്കിനി തെക്കിനി എന്നീ കാര്യങ്ങൾക്ക് ഗൃഹാരംഭത്തിന് ശുഭം. ഇതിൽ കർക്കിടക മാസം ഗൃഹാരംഭത്തിന് വർജിക്കും. കുംഭമാസത്തില് ഇപ്പൊ കർക്കിടക മാസം ഇതിനകത്ത് കുംഭം കർക്കിടകവും ഗൃഹാരംഭത്തിന് വർജിക്കേണ്ടതാണ്. പക്ഷെ ഇവിടെ അത് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു സംഭവം? ഈ വീടിന്റെ ദർശനത്തിനനുസരിച്ചുള്ളതാണെന്ന് തോന്നുന്നു. അതെ, ഇത് പറഞ്ഞിരിക്കുന്ന വീടിന്റെ ദർശനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. കർക്കിടകവും കുംഭവും രാശികള് ഇതിൽ ഗ്രഹാരംഭത്തിന് വർജിക്കേണ്ടതാണ്. പക്ഷെ എന്നിട്ടും ഇവിടെ കർക്കിടകം കുംഭം എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, വാസ്തുപുരുഷൻ ഉണരുന്ന വിശേഷ മുഹൂർത്തങ്ങളുണ്ട്. ഒരു വർഷത്തിൽ 8 പ്രാവശ്യമാണ് വാസ്തുപുരുഷൻ ഉണരുന്നത്. അപ്പൊ അതിൽ കർക്കിടക മാസത്തിൽ ഒരു ദിവസം വരുന്നുണ്ട്, കുംഭമാസത്തിൽ ഒരു ദിവസം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ശ്ലോകത്തില് കുംഭവും കർക്കിടവും ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മള് വാസ്തുപുരുഷൻ ഉണരുന്ന 8 ദിവസങ്ങള് ഗ്രഹ ആരംഭത്തിന് നമുക്ക് വിശേഷ മുഹൂർത്തമായിട്ട് എടുക്കാം. അപ്പം കുംഭമാസവും കർക്കിടക മാസവും നമ്മൾ ഗ്രഹ ആരംഭത്തിന് എടുക്കാറില്ല. പക്ഷേ ഇവിടെ ഇത് പ്രതിപാദിക്കാൻ കാരണം വാസ്തുപുരുഷൻ ഉണരുന്ന വിശേഷ മുഹൂർത്തത്തിൽ കുംഭവും കർക്കിടവും ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അത് എടുത്തു പറഞ്ഞിരിക്കുന്നത്. അപ്പം കർക്കിടക മാസത്തിലെ ഒരു ദിവസം, കുംഭമാസത്തിലെ ഒരു ദിവസം വാസ്തുപുരുഷൻ ഉണരുന്നുണ്ട്. ആ ദിവസം നമുക്ക് ഈ മാസങ്ങളിലും നമുക്ക് ഗ്രഹാരംഭത്തിന് എടുക്കാം. ഗ്രഹപ്രവേശത്തിന് എടുക്കത്തില്ല, ഗ്രഹാരംഭത്തിന് മാത്രം. അപ്പൊ ഇതാണ് ആ പ്രമാണത്തിന്റെ അർത്ഥം. അപ്പം മൃഗ ആസ്യത കുളീരദ്വ സൂര്യാരൂഢവും ചരസ്ഥിരവും പ്രാച്യാദിഷു ക്രമാൽ ദിഷു ഗേഹാരംഭേ ശുഭപ്രദവും സിംഹകുംഭ മൃഗേ അസ്തേ അർക്കേ കാര്യവും പൂർവപരോഗ്രഹവും തുലാളി വൃഷമേഷസ്തേ കർത്തവ്യ ദക്ഷിണവും ഉത്തരവും. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നത് കർക്കിടകം ഗ്രഹാരംഭത്തിന് വർജ്യം തന്നെ. മകം മൂലം, അപ്പൊ അതായത് ചോറൂണിന് വിരിച്ച 16 നക്ഷത്രങ്ങളില് അതും മകവും മൂലവും ഗ്രഹാരംഭത്തിന് ശുഭമാണ് എന്നാണ് അർത്ഥം. കൂടാതെ മേടം കർക്കിടകം തുലാം മകരം എന്നീ രാശികൾ ഒഴികെ മറ്റ് 8 രാശികളും ഗ്രഹാരംഭ മുഹൂർത്തത്തിന് ശുഭമാണ്. അപ്പം ഈ കർക്കിടകത്തിലും മകരത്തിലുമൊക്കെ വരുന്ന വാസ്തുപുരുഷന്റെ വിശേഷ മുഹൂർത്തങ്ങൾ നമുക്ക് എടുക്കുകയും ചെയ്യാം. ഹോരാചോർദ്ധ മുഖിശ്രേഷ്ഠ തിര്യഗാസ്യ ശുഭേക്ഷിത ഗൃഹാരംഭൈചൈന വേഷ്ടാ ശുഭയുക്ത അധോമുഖി എന്നാണ്. സൂര്യന് കർക്കിടക നക്ഷത്രത്തിൽ വരിക, ഉഭയരാശികൾ സൂര്യൻ അതുപോലെ ഉഭയരാശികളിൽ നിൽക്കുക, കർക്കിടകത്തിൽ നിൽക്കുന്ന സമയം ഗ്രഹാരംഭം ചെയ്യരുത്.
അപ്പൊ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അത് വേറൊരു രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന അപ്പോൾ ഉഭയരാശികളിൽ സൂര്യൻ നിൽക്കുന്ന സമയം എടുക്കാൻ പാടില്ല എന്നും പ്രത്യേകം പറഞ്ഞേക്കാണ്. സിംഹകരണം, അപ്പോൾ അത് വ്യാക്രകരണം, ഈ കരണങ്ങളും ഗൃഹാരംഭ മുഹൂർത്തത്തിന് വർജ്യമാണ്. ഗൃഹാരംഭ സമയത്ത് 4-ാം ഭാവത്തില് പാപഗ്രഹങ്ങൾ നിൽക്കാൻ പാടില്ല. അതേപോലെ തന്നെ 8-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കാൻ പാടില്ല. ലഗ്നത്തിൽ സൂര്യൻ എന്നീ ഗ്രഹങ്ങളും വർജിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതില്. വേശ്മസ്ഥാനഗത പാപാഹ സ്ഥാനനാശം പ്രകുർവതൈ രന്ധ്രൈ മൃതി പ്രദോ ഭൗമൗ ലഗ്നേ കഷ്ടാദിവാകര. ഞായറാഴ്ചയും ചൊവ്വാഴ്ചയും ഗ്രഹാരംഭം പാടില്ല. വേദനക്ഷത്രം വർജിക്കണം. അപ്പൊ നമ്മൾ പ്രതിഷ്ഠാ മുഹൂർത്തത്തില് ഒരു വേദത്തിന്റെ ലിസ്റ്റ് പറഞ്ഞായിരുന്നല്ലോ, അതേപോലെ തന്നെ ഇവിടെയും വർജിക്കണം. പൂർവരാത്രങ്ങൾ രണ്ടും അപരാഹ്നവും വിവാഹമുഹൂർത്തത്തിന് എന്താണ് അവിടെ ടൈപ്പ് ചെയ്തപ്പോൾ എന്തോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അതൊന്ന് കറക്റ്റ് ചെയ്തേക്കണേ. പ്രതിഷ്ഠ ഈ ഗ്രഹാരംഭ മുഹൂർത്തത്തിന് നിന്ദ്യമാണ്. അപ്പൊ ഇപ്രകാരമുള്ള ദോഷങ്ങള്, നിത്യദോഷങ്ങളും എല്ലാം, ഗ്രഹനാഥന്റെ കർത്തൃദോഷങ്ങളും, ജന്മനക്ഷത്രം, ജന്മാഷ്ടമ രാശി, ചന്ദ്രൻ നിൽക്കുന്ന 3, 5, 7 നക്ഷത്രങ്ങള്, അത് നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ കാവാലിക്കാല് എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്ന കർത്തൃദോഷങ്ങള്, അതേപോലെ തന്നെ ഇവയെല്ലാം ഗ്രഹാരംഭത്തിനും പ്രത്യേകം വർജിക്കണം. അപ്പൊ ഗ്രഹാരംഭത്തിനും ഈ കാര്യങ്ങളെല്ലാം തന്നെ വർജിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഗ്രഹാരംഭത്തെ കുറിച്ച് ഇത്രയും കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഈ ഗ്രഹാരംഭ മുഹൂർത്തം കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഏറ്റവും കൂടുതൽ വരുന്നത് കിണർ കുഴിക്കുക, കൂവാരംഭം. അത് നമുക്ക് അടുത്ത ദിവസം എടുക്കാം. കൂവാരംഭം ചെറിയൊരു വിഷയം, അതുകൂടെ പറഞ്ഞു പോവാന്ന്. കിണർ കുഴിക്കുക, കൂപാരംഭ മുഹൂർത്തം, കിണർ കുഴിക്കൽ. ഏവം കൂപഗ്രഹ പ്രവേശന വിധിർ നാർക്ക പ്രവേശേ ഘടഃ സ്ത്രീ കർക്കി അശ്വ രത്രസന്തു ചരഭ അന്യർക്കശ്ച വക്ന്യാദിഷു ചിത്രാദ്വി ഇന്ദു സുരാ അശ്വിചാപ അശുഭം. ചിത്രാദ്വി ഇന്ദു സുര അശ്വി ചാപമശുഭം. ഇങ്ങനെയാണത് വിഭജിക്കേണ്ടത്. ശസ്തം ജലർക്ഷാശ്ചദൃക് സ്വാതി പഞ്ചയാം അച്യുത അശ്വി വരുണാഹ നേഷ്ട അസ്തരുച്ഛേദനൈ. അപ്പൊ അതായത് ഗ്രഹാരംഭ മുഹൂർത്തത്തിന് പ്രത്യേകം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ള മുഹൂർത്തങ്ങളിൽ നിന്നും ചെറിയ വ്യത്യാസം. ഈ മുഹൂർത്തം ഗ്രഹാരംഭത്തിന്റെ തന്നെയാണ്, പക്ഷെ ചില കാര്യങ്ങൾക്ക് വ്യത്യാസം പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇവിടെ പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഗ്രഹാരംഭത്തിന് പറഞ്ഞ നിഷിദ്ധങ്ങളായിട്ടുള്ള ചരരാശികളും കാർത്തിക നക്ഷത്രത്തിൽ സൂര്യൻ നിൽക്കുന്ന സമയവും മിഥുനം, കന്നി, ധനു, മീനം, കർക്കിടകം എന്നീ മാസങ്ങളും കിണർ കുഴിക്കാൻ ശുഭമാണ്. മിഥുനം, കന്നി, ധനു, മീനം, കർക്കിടകം
അപ്പൊ ഈ മാസങ്ങൾ ശുഭമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കിണർ കുഴിക്കണമെങ്കിൽ അത് കാലാവസ്ഥയും ശരിയാകണമല്ലോ. അവിടെയാണ് ചില ഉപാധികൾ ആചാര്യൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഗ്രഹാരംഭത്തിന് പറഞ്ഞിട്ടുള്ള മുഹൂർത്തം തന്നെയാണ് പൊതുവെ എടുക്കേണ്ടതെങ്കിൽ കൂടിയും നമുക്ക് വേണമെങ്കിൽ കർക്കിടക മാസവും എടുത്തു കൊടുക്കാം. അതേപോലെ തന്നെ ഗ്രഹ ആരംഭത്തിന് പൊതുവെ എടുക്കാത്ത കോൺ രാശികൾ, അതായത് മീനം, ധനു, കന്നി, മിഥുനം, 4 രാശികളാണ് കോൺ രാശികൾ. കോൺ രാശികൾ എന്ന് പറയുമ്പം നമ്മുടെ രാശിചക്രത്തിന്റെ മൂലകളിൽ വരുന്ന 4 രാശികൾ എന്നാണ് അർത്ഥം. നേരത്തെ ഗ്രഹാരംഭത്തിൽ പറഞ്ഞിരുന്നു കോൺ രാശികൾ എപ്പോഴും ഗ്രഹാരംഭത്തിന് വർജിക്കണം. ഇവിടെ പക്ഷേ മിഥുനം ഈ ഗ്രഹാരംഭത്തിന് പറഞ്ഞിട്ടുള്ള മുഹൂർത്തങ്ങൾ തന്നെയാണ്, മുഹൂർത്ത നിയമം തന്നെയാണ് പൊതുവായിട്ട് കിണർ കുഴിക്കുന്നതിന് മുഹൂർത്ത നിയമമായിട്ട് എടുക്കേണ്ടത്. പക്ഷെ എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കോൺ രാശികൾ ഇവിടെ നമുക്ക് എടുക്കാം. അതായത് മിഥുനം, കന്നി, ധനു, മീനം എന്നീ 4 രാശികളാണ് കോൺ രാശികൾ. ഈ കോൺ രാശികൾ ഇവിടെ ഒഴിവാക്കേണ്ട എന്നാണ് അർത്ഥം. അപ്പം അതേപോലെ തന്നെ കർക്കിടകൻ രാശി നമുക്ക് വേണമെങ്കിൽ കിണർ കുഴിക്കാൻ ശുഭമായിട്ട് എടുക്കാം. അപ്പം സൗരമാസങ്ങൾ സാമാന്യേന ശുഭം. അപ്പം പിന്നെ ഒഴിവാക്കേണ്ടത് എന്ന് പറയുന്നത് കിണർ കുഴിക്കാൻ കുംഭമാസം മാത്രമേ ഉള്ളൂ പറയാത്തത്. അപ്പൊ ബാക്കി എല്ലാ മാസങ്ങളും വേണമെങ്കിൽ കിണർ കുഴിക്കാൻ എടുക്കാം. അത് കാലാവസ്ഥയെ നോക്കിയിട്ട് എടുക്കാനാ പറഞ്ഞത്. അപ്പൊ ഈ മാസങ്ങൾ ഒഴിച്ചുള്ള സമയമാണ് നമുക്ക് പ്രധാനമായിട്ട് ഈ ഗ്രഹാരംഭ മുഹൂർത്തത്തിന് എന്തെല്ലാം കാര്യങ്ങളാണ് ഒഴിവാക്കേണ്ടതെന്ന് പറഞ്ഞേക്കുന്നത്, അതെല്ലാം ഒഴിവാക്കുക. ധനുരാശി എന്ന കിണർ ഒഴിക്കാൻ സ്വീകാര്യമല്ല. ധനുരാശി ദൃഷ്ടി മുഹൂർത്ത ലഗ്നത്തിന്റെ ശുക്രന് 7-ാം ഭാവത്തിലേക്ക് ഉള്ളു പൂർണ്ണ ദൃഷ്ടി. അപ്പൊ അതുകൊണ്ട് തന്നെ മുഹൂർത്ത ലഗ്നത്തിന്റെ 7-ാം ഭാവത്തിൽ ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ അത് കിണർ കുഴിക്കാൻ ആ മുഹൂർത്തം കൊടുക്കാൻ പാടില്ല. അപ്പൊ അതുപോലെ തന്നെ കിണർ കുഴിക്കാനുള്ള മുഹൂർത്ത ലഗ്നം തുലാം, വൃശ്ചികം, ഇടവം, കുംഭം, മകരം, മീനം, കർക്കിടകം എന്നീ ജലരാശികളിൽ ഒന്നായിട്ട് വരുന്നത് ഉത്തമമാണ്. അപ്പം മുഹൂർത്തത്തിന് ഏത് മുഹൂർത്തമാണോ നമ്മൾ എടുക്കുന്നത് ആ മുഹൂർത്തത്തിന്റെ ഘടനയ്ക്ക് ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള രാശികളാണ് എപ്പോഴും പൊതുവെ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ജലരാശികള് മുഹൂർത്തത്തിന് കിണർ കുഴിക്കാനുള്ള മുഹൂർത്തത്തിന് ഉത്തമമായിട്ട് പറയുന്നുണ്ട്. പിന്നെ അപ്പൊ അങ്ങനെ ഈ ജലരാശികൾ എടുക്കുമ്പോൾ വേലിയേറ്റ സമയത്തായിരിക്കണം. നമ്മള് ഈ അതായത് ജ്യോതിഷ പ്രവേശികയിൽ നമ്മൾ ജാതകരചനയിൽ വേലിയേറ്റം, വേലിയിറക്കം ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? നോട്ട്സിൽ അത് പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് ഇപ്പം പെട്ടെന്ന്, ഞാൻ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ഇത് ഇപ്പോഴായി വേലിയേറ്റത്തിന്റെ കാര്യം ഓർമ്മ വന്നത്. നോട്ട്സിൽ അത് തന്നിട്ടില്ല എങ്കിൽ എന്നോടൊന്ന് പറയണേ. ഞാൻ നമ്മുടെ ജാതക രചന എന്നുള്ള ക്ലാസ്സിന്റെ കാര്യമാണ് പറഞ്ഞത്. അതിനകത്ത് വേലിയേറ്റം, വേലിയിറക്കം എങ്ങനെ കണ്ടുപിടിക്കണം, വേലിയേറ്റ രാശികൾ, വേലിയിറക്ക രാശികൾ എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളത് തന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഇപ്പൊ പറഞ്ഞപ്പോഴാണ് സത്യത്തിൽ അതിനെ കുറിച്ച് ഓർത്തത്. അപ്പൊ അത് നോക്കിയിട്ട് എല്ലാം ഒന്ന് നോക്കിയിട്ട് തന്നിട്ടില്ല എങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ അതിന് പ്രത്യേകം നോട്ട് തരാം. അതെങ്ങനെയാ കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ തന്നെ ഞാനൊന്ന് പറയാതെ അത് തന്നിട്ടില്ല എന്ന് തോന്നുന്നു എനിക്ക്. അപ്പം വേലിയേറ്റ രാശിയാണെങ്കിൽ മുഹൂർത്തത്തിന് കിണർ കുഴിക്കാൻ ഉത്തമമാണ് എന്ന് പറയുന്നത്. അത് ഓരോ ദിവസവും പ്രത്യേകം നമ്മൾ കണക്ക് കൂട്ടി എടുക്കേണ്ടതാണ്. അപ്പൊ അതേപോലെ തന്നെ തുല, അളി, വൃഷ, കുംഭം ച മൃഗാന്ത്യവും കർക്കിട സ്തത സജലരാശയസ്ത്വേദൈ കൂപാദാവതി ശോഭനഃ ജലവൃദ്ധി ശുഭതരാ സർവമന്യൽ ഗ്രഹോക്തവൽ കൂപാദിഖനനൈ സേകൈ വസ്ത്രൈ ശുക്രേക്ഷണം ശുഭം. അപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യത്തിന്റെ പ്രമാണ ശ്ലോകമാണ്
തുല അളി, തുലാരാശി, അളിരാശി, വൃഷ വൃഷ വൃഷഭരാശി, കുംഭം കുംഭം രാശി, മൃഗാന്ത്യു മൃഗരാശി, മകരൻ രാശി, കർക്കിടസ്ഥത കർക്കിടക രാശി. ഈ ഈ ജലരാശികള് സജലരാശി കൂപാദാവതി ശോഭന, ഈ രാശികളിലാണ് മുഹൂർത്തമെങ്കിൽ കൂപം ശോഭിക്കും എന്നാണ്. ജലവൃദ്ധി, നല്ല ജലത്തിന് സമൃദ്ധി ഉണ്ടാകും. ശുഭതര സർവമന്യൽ, അപ്പം ഇത് ശുഭതരമാണ്. സർവമന്യൽ, ബാക്കിയൊക്കെ കാര്യങ്ങൾ ഗ്രഹോക്തവൽ ഗ്രഹപ്രവേശത്തിന് എന്താണോ പറഞ്ഞിട്ടുള്ളത് അതാണ് എടുക്കേണ്ടത് എന്നർത്ഥം. ഈ പറഞ്ഞ രാശി കൂടാതെ, അപ്പം അതായത് കിണർ കുഴിക്കുന്നതിന് നിത്യദോഷങ്ങളും ഷഡ്ദോഷങ്ങളും കർത്തദോഷങ്ങളും ജന്മാഷ്ടമരാശിയും ഇവിടെ അവിടങ്ങളിലൊക്കെ നിൽക്കുന്ന ചന്ദ്രനും ജന്മനക്ഷത്രത്തിന്റെ 3, 5, 7 നക്ഷത്രങ്ങളും ജന്മനക്ഷത്രവും വർദ്ധിക്കണം. അതായത് കർത്തദോഷം വർദ്ധിക്കണം. ഗ്രഹപ്രവേശത്തിന് കർക്കിടകം, കന്നി, കുംഭം രാശികളിൽ സൂര്യൻ നിൽക്കുന്ന സമയം അശുഭമാണെന്ന് പറഞ്ഞു. ശിഷ്ടം വരുന്ന 9 മാസങ്ങളും ഉത്തമമാണ്. മറ്റെല്ലാ നിയമങ്ങളും ഗ്രഹപ്രവേശത്തിന് വിധി പറഞ്ഞതുപോലെ തന്നെ ഇവിടെ മാസങ്ങളുടെ കാര്യത്തിൽ ചില അതായത് ഒഴിവുകൾ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഓർക്കുക. വൃക്ഷഛേദനം, ഇത് ഈ കൂട്ടത്തിൽ തന്നെ വൃക്ഷഛേദനവും പറഞ്ഞു പോവുകയാണ്. ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, ഭരണി, തിരുവോണം, ചതയം ഒഴികെ മറ്റ് നക്ഷത്ര ദിവസം ഗൃഹനിർമ്മാണത്തിന് മരം മുറിക്കുന്നത് ഉത്തമം. ഗുളിക, വിഷ്ടി, ഗണ്ടാന്തങ്ങൾ ഗൃഹനിർമ്മാണത്തിന് മരം മുറിക്കുമ്പോൾ വർദ്ധിക്കുന്നത്. പൊതുവെ ഈ നിയമം തന്നെയാണ് വൃക്ഷഛേദനത്തിന്. ഈ നക്ഷത്രങ്ങൾക്ക് ഒരു പേരുണ്ട്, എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? പഴയ ആൾക്കാർ പറയാറുള്ളതാണ്. പടുകാരി നക്ഷത്രങ്ങൾ, പാടകാരി, പടുകാരി എന്നൊക്കെ പല പേരുകളിൽ പല സ്ഥലങ്ങളിൽ പറയാറുണ്ട്. പാടകാരി, പടുകാരി എന്നൊക്കെ പല സ്ഥലങ്ങളുടെ വ്യത്യാസം അനുസരിച്ചിട്ട് ഇതിന് ചെറിയ ചെറിയ മാറ്റത്തിൽ അത് ആൾക്കാർ പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. അപ്പം പാടഹാരി നാളുകളെന്ന് നക്ഷത്രങ്ങളാണ് ഈ ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, ഭരണി, തിരുവോണം, ചതയം എന്നിങ്ങനെയുള്ള ഇത്രയും നക്ഷത്രങ്ങളെ പറയുന്നത്. ഈ നക്ഷത്രങ്ങൾ മരം മുറിക്കാൻ പാടില്ല, വൃക്ഷഛേദനത്തിന് പാടില്ല. അപ്പൊ ഈ വൃക്ഷഛേദനത്തിനൊക്കെയുള്ള മുഹൂർത്തം ഒരുപാട് വരുന്നതാണ്. വൃക്ഷഛേദനത്തിന് വൃക്ഷം മുറിക്കാൻ പാടില്ല ഈ നക്ഷത്രങ്ങൾ. അപ്പൊ അതേപോലെ തന്നെ ഗുളികൻ നിൽക്കുന്ന രാശി, വിഷ്ടി കരണങ്ങള്, ഗണ്ടാന്ത സമയങ്ങള്, ഇതും മരം മുറിക്കാൻ ഒഴിവാക്കി കൊടുക്കുക. മരം മുറിക്കുന്നതിനൊക്കെ ഒരുപാട് മുഹൂർത്തം നോക്കാൻ ആള് വരും. അതേ ഇപ്പൊ ഊൺനാള് ഇവിടെയും പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ഊൺനാളുകള് ശുഭമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഊൺനാള് ആ നോട്ടിൽ ഞാൻ എടുത്തു പറഞ്ഞതേ ഉള്ളൂ. പുണർദം, പൂയം, അവിട്ടം, അത്തം, ചോതി, രോഹിണി, തിരുവോണം, മകേരം, അനിഴം, ചിത്തിര, ചതയം, അശ്വതി, ഉത്രം, ഉത്രാടം, ഉത്രട്ടാതി, രേവതി. അപ്പൊ ഇത്രയും നാളുകളാണ് ഊൺനാളുകൾ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഗ്രഹാരംഭ മുഹൂർത്തമായിട്ട് സംബന്ധിച്ച് നമുക്ക് പറയാനുള്ള. ഇന്നിപ്പം പ്രതിഷ്ഠാ മുഹൂർത്തം, ഗ്രഹാരംഭ മുഹൂർത്തം, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. അതിനോടൊപ്പം തന്നെ നമ്മൾ കിണർ കുഴിക്കാനുള്ള കൂപാരംഭ മുഹൂർത്തം, അതോടൊപ്പം തന്നെ വൃക്ഷഛേദന മുഹൂർത്തം, അതും പ്രധാനപ്പെട്ട മുഹൂർത്തം തന്നെയാണ്. ഒരുപാട് മുഹൂർത്തങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ പലരും മരം മുറിച്ച് ഈ ആൾക്കാർക്ക് ചില കാര്യങ്ങളിൽ ഭയം തോന്നിയിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യങ്ങളിൽ ഒരു 4-5 പേരോളം ഈ കഴിഞ്ഞ 2-3 ദിവസത്തിനുള്ളിലായിട്ട് മരം വീട്ടിൽ വന്നൊന്ന് നോക്കാവോ എന്നാണ് ചോദിക്കുന്നത്. ആഞ്ഞിലി നിപ്പുണ്ട്, മാവ് നിപ്പുണ്ട്, ഇതൊക്കെ മുറിക്കാവോ എന്നൊക്കെയാണ്. ഈ പലരും ഭയമുണ്ട് മനുഷ്യർക്ക്. അപ്പൊ അങ്ങനെ ഭയത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വൃക്ഷങ്ങൾ മുറിക്കുമ്പോൾ പോലും വളരെ നോക്കിയിട്ടാണ് ഇന്നത്തെ കാലത്ത് ആൾക്കാർ ചെയ്യുന്നത്.
അപ്പോൾ എന്തായാലും ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഇത് പഠിച്ച് ഗ്രഹാരംഭ മുഹൂർത്തം, ഇന്ന് പ്രതിഷ്ഠാ മുഹൂർത്തം, കൂവാരംഭ മുഹൂർത്തം, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വൃക്ഷഛേദന മുഹൂർത്തം, ഇങ്ങനെ 4 കാര്യങ്ങൾ പഠിച്ചു. 4ഉം പഠിച്ചു വെക്കുക. അപ്പം നമുക്ക് പ്രതിഷ്ഠാ മുഹൂർത്തത്തിന്റെ 5, 8, 9, 12 ഭാവങ്ങളിൽ പാപഗ്രഹങ്ങൾ നിൽക്കുന്നത് വർദ്ധിക്കണം. പാപഗ്രഹങ്ങൾ നോക്കിയാലും വർദ്ധിക്കണോ സർ? ഇല്ലല്ല, നോക്കിയാൽ വർദ്ധിക്കുന്നത് പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല പറഞ്ഞിട്ടില്ല. ഇല്ല, അപ്പൊ വർദ്ധിക്കണ്ട. നമ്മൾ അങ്ങനെ ഈ 5, 8, 9, 12 ഈ ഭാവങ്ങളിൽ പാപഗ്രഹങ്ങൾ നിൽക്കുന്നത് വർദ്ധിക്കുക, അത്രേ. സങ്കോച കലശം എന്ന് പറഞ്ഞാൽ എന്താണ് സാർ? അത് പ്രത്യേക കലശങ്ങളാണ്. അതെ 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 അതെ. അത് വിശേഷമായിട്ട് ഇപ്പോൾ ഏതെങ്കിലും പ്രത്യേക ദോഷങ്ങളുള്ള സമയത്ത് വിശേഷമായിട്ട് വരുന്ന കലശമാണ്. സാധാരണ കലശത്തിൽ എത്ര പ്രതിഷ്ഠയുണ്ടോ ആ പ്രതിഷ്ഠ, അതായത് ഉപദേവതകൾ അവരുടെയൊക്കെ എണ്ണത്തിനനുസരിച്ചിട്ടാണ് കലശത്തിന്റെ എണ്ണം നിശ്ചയിച്ച് കലശമാടുന്നത്. അപ്പോൾ ഈ സങ്കോച കലശം എന്ന് പറയുമ്പം എന്തെങ്കിലും വിശേഷമായിട്ട് അവിടെ ദുർനിമിത്തങ്ങളൊക്കെ കാണുക, അപ്പോൾ അതിന് പ്രത്യേക കർമ്മങ്ങളിലൂടെ ചെയ്ത് കൂടുതലായിട്ട് വിശേഷമായിട്ട് കലശം നടത്തുന്നതിനാണ് സങ്കോച കലശം പോലെയുള്ള കാര്യങ്ങൾ പറയുന്നത്. ഈ കലശത്തിനെല്ലാം ഇതേ മുഹൂർത്തമാണ് കൊടുക്കേണ്ടത്. കലശത്തിനും അഷ്ടബന്ധം നടത്തുമ്പോഴും കലശത്തിന് മുഹൂർത്തം എടുക്കുമ്പോഴും ഒക്കെ ഇതേ സമയമാണ് എടുക്കേണ്ടത്. അപ്പം ഈ കലശത്തിന് മുഹൂർത്തം എടുക്കുന്നത് സാധാരണ നമ്മുടെ അടുത്ത് വരാറില്ല. അഷ്ടബന്ധത്തിനൊക്കെ മുഹൂർത്തം എടുക്കുമ്പോൾ വരും. ചില തന്ത്രിമാര് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവരും ഉണ്ടാവും, അപൂർവമായിട്ടേ ഉള്ളൂ. അപ്പൊ അവരുടെ ഇഷ്ടത്തിന് അവരുടെ സമയത്തിനനുസരിച്ച് അങ്ങ് മുഹൂർത്തം നിശ്ചയിക്കുക. ചിലയിടത്തൊക്കെ കലശമൊക്കെ കൊള്ളാത്ത ദിവസമൊക്കെ വെക്കുന്നത് കണ്ടിട്ടുണ്ട്. നമ്മളൊന്നും മിണ്ടത്തില്ല അന്നേരം. ചിലത് അതൊക്കെ അവരുടെ സമയത്തിന്റെ അനുസരിച്ച് അങ്ങ് വെക്കുക, മുഹൂർത്തമൊന്നും നോക്കുന്നില്ല. അപ്പം ഈ വാർഷികമായിട്ടുള്ള കലശം കൂടാതെ എന്തെങ്കിലും ദുർനിമിത്തങ്ങൾ കാണുമ്പോൾ വിശേഷ കലശം വെക്കുന്നതിനെയാണ് സങ്കോച കലശം എന്ന് പറയുന്നത്. അപ്പൊ ഈ 5, 8, 9, 12 ഭാവങ്ങളിലെ ഭാവന്മാരെ വർണ്ണിക്കുക. അതിന് നമുക്ക് ബാക്കി എനിക്ക് തോന്നുന്നു 10 നോട്ട്സ് തന്നിട്ടുണ്ട്. ഇപ്പൊ 8 ഇനി 9ഉം 10ഉം നമുക്ക് അടുത്ത ക്ലാസ്സിൽ. അപ്പൊ അടുത്ത ചൊവ്വാഴ്ച തന്നെ ഇതുപോലെ നമുക്ക് രാവിലെ എടുക്കാം. പിന്നെ നമുക്ക് മംഗളം ചൊല്ലി നിർത്താം. ഓം അസതോ മാ സദ്ഗമയ തമസോർമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. കാണാം. നമസ്കാരം.